ഹലോ ഗൈസ്, നമ്മുടെ ഫുജറയിൽ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ആകാശമാണ് കേട്ടോ ഇത്. എന്തായാലും രാവിലെ ജോലിക്ക് പോകണം. മഴയാണ് വെള്ളമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിക്ക് പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് വീണ്ടും മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനെയൊന്നും വകവെക്കാതെ ഞാൻ എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് കേട്ടോ ജോലിക്ക് പോകാറുള്ളത്. എപ്പോഴും ഞാൻ ഇരുന്നുകൊണ്ടുള്ള ഒരു ഷോട്ടല്ലേ കാണിക്കാറ്. ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ നിൽക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഇന്ന് ഞാൻ ശരിക്കും ടയേർഡായിരുന്നു ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല്ലിന് കുറച്ച് ദിവസമായിട്ട് നല്ല വേദനയായിരുന്നു. എന്തായാലും പല്ലിലെ ഒരു വേദനയ്ക്ക് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് ചായ ചെല്ലുമ്പോഴത്തേക്കും വേദനയ്ക്ക് അത്യാവശ്യം നല്ല ശമനം കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനാണ് ഇന്ന് പോകാൻ നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ചെന്നിട്ട് പോയേ പറ്റൂ, കാരണം അത്രയ്ക്ക് പെയിനാണ്. പുറത്ത് നല്ല തണുപ്പാണ്, അകത്തും തണുപ്പാണ് ഗൈസ്. കണ്ടില്ലേ, AC നല്ല തണുപ്പാണ്. AC ഇട്ടില്ലെങ്കിലും എന്നിട്ടും അവർ AC ഇടും കേട്ടോ. പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കാറ്റിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. എൻ്റെ പേടി ഞാൻ പോകുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും മറിഞ്ഞ് വീഴുമെന്നാണ് കേട്ടോ. പക്ഷേ മറിഞ്ഞൊന്നും വീണില്ല, കറക്റ്റ് സേഫായിട്ട് വീട്ടിലെത്തി. നല്ല കാറ്റായിരുന്നു. എന്തായാലും അവിടുന്ന് നേരെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫുജേറ, നമ്മുടെ പള്ളിയുടെ ഒക്കെ അവിടെ ഉള്ള ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. തണുപ്പാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് പൂക്കളാൽ ചുറ്റപ്പെട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തായാലും അടുത്ത മഴയ്ക്ക് മുന്നേ വീട് പിടിച്ചു. ലിഫ്റ്റിൽ കയറി നമുക്ക് നേരെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം. ചെരുപ്പൊക്കെ അതേ ഊരി നമ്മുടെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡിലൊക്കെ നല്ല സേഫായിട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് വലിച്ചു വാരിയിടാനൊന്നും പറ്റത്തില്ല റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ. എന്തായാലും റൂം തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് എൻ്റെ ട്രീ ആണ് കേട്ടോ. ജിമ്മിന് പോകുന്നതിന് മുന്നേ ചേട്ടൻ അതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കും കത്തിച്ചു. എന്നിട്ട് തലേ ദിവസം ഞാൻ ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കി ദേ കണ്ടില്ലേ, ചേട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ചേട്ടൻ കുളിക്കാൻ പോയ ആ ഒരു സമയത്ത് ഞാൻ അതേ കണ്ടില്ല, നമ്മുടെ ഗോതമ്പ് ദോശയാണ് ഇന്ന് നൈറ്റ് കഴിക്കാനുള്ളത്. അപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇന്ന് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ദോശ. ഞാൻ ദോശ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് കുളിച്ചിട്ട് അടുത്ത ആൾ വന്നിട്ടുള്ള കോപ്രായാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും ഞാൻ 2 ദോശയാണ് കേട്ടോ കഴിക്കുന്നത്, ചേട്ടന് 2 ദോശ. ഇപ്പോൾ ഡയറ്റായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.